മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. രാഹുലിന്റെ ഫോൺ പിടിച്ചെടുത്തു എന്ന വാർത്ത. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നതാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ചില അപ്ഡേറ്റുകൾ. ഇതിനിടയിലാണ് ഇക്കാര്യം കൂടി വരുന്നത്. ശശിനാരായണൻ കൂടി പത്തനംതിട്ടയിൽ നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, പോലീസ് ക്യാമ്പിൽ നിന്നും രാഹുലിനെ ഇതുവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ലല്ലോ. പ്രാഥമിക വിവരശേഖരണം എന്തായാലും രാഹുലിൽ നിന്ന് നടത്തും, ഇനിയും കസ്റ്റഡിയിൽ തുടരണം. ഇതായിരിക്കും ഒരുപക്ഷെ പോലീസിന്റെ ആവശ്യം. പക്ഷേ രാഹുൽ ഒട്ടും സഹകരിക്കുന്നില്ല. രാഹുലിൽ നിന്ന് എന്തൊക്കെ രേഖകളും എന്തൊക്കെ തെളിവുകളുമാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത്? സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്വേഷണമായി രാഹുൽ സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഈ രാഹുലിന് എതിരായിട്ട് പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2 ഫോണുകൾ, മൊബൈൽ ഫോണുകൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. അത് ഗസറ്റ് ഓഫീസറെ വിളിച്ചു വരുത്തി, ഇപ്പോൾ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി അവരുടെ സ്ഥാനത്ത് സാക്ഷ്യപ്പെടുത്തിയാണ് ആ തെളിവ് ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോഴും പറയുന്നത് രാഷ്ട്രീയപരമായുള്ള പ്രേരിതമായാണ് ഈ കേസ് എന്നുള്ളതാണ്. നേരത്തെ 2 കേസുകളിലും സമാനമായ വാദമാണ് രാഹുൽ ഉന്നയിച്ചിരുന്നത്. നമുക്കറിയാം, ആ 2 കേസുകളിലും രാഹുലിന് ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. പോലീസിന് അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പല പ്രാവശ്യവും രാഹുൽ ഇതിന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ കേസിൽ കൃത്യമായ തെളിവ് പോലീസ് ലഭിച്ചിരിക്കുന്നു. ഈ യുവതി, പീഡനത്തിനിരയായ യുവതി കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ ഇപ്പോൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡിലാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ റിമാൻഡ് റിപ്പോർട്ടും നടപടികളുമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ ഇവിടെ നിന്നും പോലീസ് പത്തനംതിട്ട വെട്ടിപ്പുറത്തെ പോലീസ് ക്യാമ്പിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ്, തൊട്ടടുത്ത് തന്നെയാണ്, വെട്ടിപ്പുറത്താണ് മജിസ്ട്രേറ്റിന്റെ വീട്, അവിടെ കൊണ്ടുപോയായിരിക്കും ഈ കോടതിയിലേക്കുള്ള നടപടിക്രമങ്ങളെല്ലാം നടക്കുക. അതിനുശേഷം അതിനായിരിക്കും അവിടുന്ന് നേരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുപക്ഷെ അന്വേഷണ സംഘം ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും അത്തരം കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ പൂർണ്ണമായി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് രാഹുലിന്റെ ഉള്ള തെളിവുകൾ, കൃത്യമായ തെളിവുകൾ യുവതി പോലീസിന് കൈമാറി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പരാതി ലഭിച്ച അന്നു മുതൽ ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു രാഹുൽ ഉള്ളത്. തിരുവനന്തപുരത്തും നേരെ അന്വേഷണ സംഘം പാലക്കാട് എത്തുകയും കഴിഞ്ഞ ഒരാഴ്ചയായി രാഹുലിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഫോൺ കോളുകൾ, രാഹുലിന്റെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ ഫോൺ കോളുകളെല്ലാം നിരീക്ഷിച്ചു വരികയായിരുന്നു. അത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി പാലക്കാട് ലോഡ്ജിൽ നിന്നും രാഹുലിനെ കസ്റ്റഡിയെടുക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പത്തനംതിട്ടയിൽ എത്തിക്കുമ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത്. മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് ആളുകളെയും സുഹൃത്തുക്കളെ കൂടി ഇത് പുറത്തറിയാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും പോലീസ് ചെയ്യുന്നു. എന്തായാലും തെളിവുകളെല്ലാം രാഹുലിനെതിരായിരിക്കുന്നു. മറ്റ് 2 കേസുകളിനപ്പുറം ഈ കേസിൽ രാഹുൽ കൃത്യമായി ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യമെന്ന് അന്വേഷണ സംഘത്തിന് ഉറച്ച വിശ്വാസമുള്ളത്. അതിനുള്ള ഡിജിറ്റൽ രേഖകൾ, ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ എല്ലാം കൃത്യമായി രാഹുലിനെതിരായിട്ടുള്ളതാണ്. അത് രാഹുലിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അതാണ് രാഹുൽ വലയാകാനുള്ള പ്രധാന കാരണം. ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ പല ഘട്ടങ്ങളിലും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് കേസ്, തനിക്കിതിൽ പങ്കില്ല, ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്, പരാതിക്കാരി ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരോപണങ്ങൾ മാത്രമാണെന്നുള്ള നിലപാടാണ് രാഹുൽ സ്വീകരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ കരുതി കൂട്ടി കൃത്യമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അല്പസമയത്ത് തന്നെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ രാഹുലിനെ കൊണ്ടുപോകും. തെളിവെടുത്തതിനു ശേഷം നേരെ മജിസ്ട്രേറ്റ് ഹാജരാക്കും. എന്തായാലും രാഹുലിന്റെ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം രാഹുലിന്റെ ബന്ധുക്കൾ, സഹോദരിയും അളിയനടക്കം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവര് രാഹുലിനെ കാണാൻ എത്തിയിട്ടുണ്ട്. രാഹുൽ എന്തായാലും അകത്ത് കയറിയിട്ടുണ്ട്. രാഹുലിനെ കാണാൻ വസ്ത്രങ്ങളും രാഹുലിനെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുലിനെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും മാധ്യമങ്ങൾ വരെ ഇത് വളരെ താമസിച്ചാണ് ഈ രാഹുലിന്റെ അറസ്റ്റ് അറിഞ്ഞത്. പോലീസിലെ പല ഉദ്യോഗസ്ഥരും ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നില്ല. അന്വേഷണ സംഘത്തിന് മാത്രം, അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ രാഹുൽ നേരത്തെ സൂചിപ്പിച്ചുള്ള ഈ സംസ്ഥാനം വിടാൻ തന്നെ സാഹചര്യം ഉണ്ടായിരുന്നു, രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് മറ്റേ കേസുകളിലെല്ലാം രാഹുൽ ചെയ്തിരുന്നത്. നല്ലൊരു സൗഹൃദ വലയമുണ്ട്, സൈബർ ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട് രാഹുലിന്. അത്തരത്തിലെല്ലാം ഈ പരാതി കൊടുക്കുന്ന യുവതിയെ ഭീഷണിപ്പെടുത്തിയും അവരെ ഭയപ്പെടുത്തിയുമാണ് പലപ്പോഴും ഈ കേസിൽ നിന്ന് പിന്തിരിയാനൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത്. പക്ഷേ ഈ കേസിൽ അത്തരത്തിൽ അല്ല. യുവതി കൃത്യമായ രീതിയിൽ പരാതി നൽകിയ ഡിജിറ്റൽ തെളിവുകൾ യുവതി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി 1.5 കോടി രൂപ രാഹുൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിന്റെ തെളിവുകളുണ്ട്. ഒപ്പം പീഡിപ്പിച്ചുമായി ബന്ധപ്പെട്ട DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം പെൺകുട്ടി ആവശ്യപ്പെടുകയും ഇപ്പൊ രാഹുലിനെ അല്ലാതെ അല്പസമയത്തിനകം തന്നെ രാഹുലിനെ പുറത്തിറക്കാൻ സമയമായിരിക്കുന്നു. ശശിനാരായണൻ, രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടം വൈദ്യ പരിശോധനകൾക്ക് വേണ്ടി ഇതാ
ക്യാമ്പിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ദൃശ്യങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് വരും. അങ്ങനെ രാഹുൽ പുറത്തേക്ക് വരുന്നു, വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നു. നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിൽ വൈദ്യപരിശോധന, മജിസ്ട്രേറ്റിന്റെ വീടും അടുത്തുണ്ട്, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും. അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പോലീസിന്റെ ജയിലിലേക്ക് നേരിട്ട് പോകുമെന്നത് തന്നെയാണ്. മറ്റ് ജാമ്യ സാധ്യതകളൊന്നുമില്ല. കാരണം അവിടെ ഇതിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നീക്കമാണ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഈ നീക്കം ഇങ്ങനെ ഉണ്ടാവുന്നത്. സമയമെടുത്തുകൊണ്ട് തെളിവുകൾ ശേഖരിച്ച്, ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഈ നീക്കം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ KPM ഹോട്ടലിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ KPM ഹോട്ടലിലെ 2002 എന്ന മുറിയിലെ തെളിവുകളടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ആ റൂമിൽ നിന്നും ചില തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ചിലതൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. അങ്ങനെ തെളിവുകളൊന്നും ഒളിപ്പിക്കാൻ കഴിയാത്ത മൊബൈൽ ഫോൺ രേഖകളടക്കം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നീക്കമുണ്ടായി. മൊബൈൽ ഫോൺ ഇതിനകം തന്നെ പോലീസിന്റെ കൈവശമുണ്ട്. രാഹുൽ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ പോലീസിന് അത് സൈബർ സംഘത്തെ കൊണ്ടത് ശേഖരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഫോൺ രേഖകളൊക്കെ പോലീസ് പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ തയ്യാറെടുത്ത് രാഹുലിൻ്റെ നീക്കങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഒളിവിൽ പോകാനുള്ള സാഹചര്യം കുറച്ചുകൊണ്ട്, കൂടുതൽ നിയമ നീക്കങ്ങൾ നടത്താനുള്ള സാഹചര്യം കുറച്ചുകൊണ്ടുള്ള വളരെ പഴുതടച്ചുകൊണ്ടുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാ രാഹുൽ മാങ്കൂട്ടത്തെ വൈദ്യപരിശോധനകൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും, ആരോഗ്യനില പരിശോധിക്കും. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇതായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ. ഇനി പോലീസിന്റെ കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനത്തിന്റെ നിയമത്തിനുള്ളിലാണ്, നിയമ സംവിധാനങ്ങൾക്കുള്ളിലേക്ക് അവരുടെ പിടിയിലേക്ക് വീണു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം. അങ്ങനെയെങ്കിൽ പറയേണ്ട ഉത്തരങ്ങൾ നിരവധിയുണ്ട്. ഒന്ന്, ഈ പരാതി, മൂന്നാമത്തെ പരാതിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിന് കാരണമായിരിക്കുന്നതെങ്കിൽ മറ്റു 2 കേസുകൾ കൂടി പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ രാഹുലിനെ കാത്തിരിക്കുന്നു. ആദ്യം അറിയേണ്ട ഒരു കാര്യം, രാഹുൽ എവിടെ ഒളിവിൽ പോയി എന്ന കാര്യമാണ്. ആരാണ് ഒളിവിൽ സംരക്ഷണം ഒരുക്കിയത് എന്ന കാര്യമാണ്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണ്ടിവരും. നമുക്കറിയാം, ഉയരുന്ന ഒരു ആക്ഷേപം കർണാടകത്തിലെ കോൺഗ്രസിന്റെ ചില സംരക്ഷണ കേന്ദ്രങ്ങളിലായിരുന്നു രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് എന്ന ആക്ഷേപമുണ്ട്. അവിടെ തന്നെയായിരുന്നു ഒളിവിൽ. അത് രാഹുൽ സ്ഥിരീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ രാഹുൽ മറുപടി പറയേണ്ടി വരും എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ്. ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ 2 കേസുകളുണ്ട്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി വീണ്ടും മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കപ്പെടുമ്പോൾ ഈ 3ാമത്തെ കേസിൻ്റെ നിലവിലെ സാഹചര്യവും കോടതിയെ കൂടി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതനുസരിച്ചുകൊണ്ടുള്ള പ്രതികൂലമായ ചില തീരുമാനങ്ങൾ കോടതിയിൽ നിന്നുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. വലിയ പ്രതിസന്ധികൾ കൂടി ഉണ്ടാവുന്നു എന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ ഒരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ എന്ന പേര് നമുക്കൊന്ന് പരാമർശിച്ച് പോകാം. രാഹുൽ ഈശ്വർ അതിജീവിതയെ അപമാനിച്ച് അവരുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തി എന്ന ആക്ഷേപം നേരിട്ട് മുമ്പ് ജയിലിൽ കിടന്നയാളാണ്. അദ്ദേഹം വീണ്ടും ഇത്തരം അപമാന ശ്രമങ്ങൾ നടത്തി എന്ന പരാതിയുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വറും സമാനമായ അറസ്റ്റ് ഭയം, ഭീഷണി വീണ്ടും നേരിടുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ നാളെ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ ലൈംഗിക അതിക്രമ കേസുകളും തുടർന്ന് നടത്തുന്ന മറ്റ് വിവാദങ്ങളുമൊക്കെ വാർത്തകളിൽ വീണ്ടും നിറയുന്നു എന്നതാണ്. എന്തായാലും കോൺഗ്രസ് തങ്ങൾക്ക് യാതൊരുവിധ രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഇക്കാര്യത്തിലില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, പുറത്തിറക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തെ. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. ഇതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.